ഈ കഥ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് തരാം. കഥാനായിക ലേഡി ഫ്രാൻസിസിൻ്റെ കേസാണ് ഇതെങ്കിലും അവൾ ഈ കഥയുടെ അവസാനം ഒരു മിന്നായം പോലെ മാത്രമേ വരുന്നുള്ളൂ. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്വഭാവക്കാരിയായ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയാണ് ലേഡി ഫ്രാൻസിസ്. അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. അവളെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ദൗത്യം ഷെർലക് ഹോംസ് ഡോക്ടർ വാട്സനെ ഏൽപ്പിക്കുന്നു. പരിചാരികയായ ഡോബ്നി, പരിക്കൻ സ്വഭാവക്കാരനായ ഫിലിപ്പ് ഗ്രീൻ, പുരോഹിതനായ ഷ്ലെസിംഗർ, അയാളുടെ ഭാര്യ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഷ്ലെസിംഗറുടെയും ഭാര്യയുടെയും കൂടെ ലേഡി ഫ്രാൻസിസ് കുറച്ചുനാൾ താമസിച്ചിരുന്നു എന്നതൊക്കെ പ്രധാന തെളിവാണ്. ഫിലിപ്പ് ഗ്രീൻ എന്ന് പറയുന്ന മനുഷ്യൻ അവളെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. ഗ്രീനും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി ഒരു പാരലലായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലാവും. ഇനി ഈ കഥാപാത്രങ്ങളെയൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയുകയില്ല. ലേഡി ഫ്രാൻസിസിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഷെർലക് ഹോംസിനും വാട്സനും അവളെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇനി കേസിലേക്ക് കടക്കാം. വാട്സൺ, ഈ പാദരക്ഷകൾ ടർക്കിയിൽ നിർമ്മിച്ചതാണോ? ചൂരൽ കസേരയിൽ വിശ്രമിക്കുന്ന വാട്സന്റെ പാദരക്ഷകൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഹോംസ് ചോദിച്ചു. അപ്പോൾ തെല്ലത്ഭുതത്തോടെ വാട്സൺ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ ലാറ്റിമേഴ്സിൽ നിന്നും. ചിലവ് കുറഞ്ഞ ഇംഗ്ലീഷ് കുളി ഒഴിവാക്കി നിങ്ങൾ എന്തിനാണ് ടർക്കിഷ് കുളിപ്പുരയിൽ പോയത്? പക്ഷേ ഹോംസ്, എൻ്റെ ബൂട്ടിനെയും ടർക്കിഷ് ബാത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് സംസാരിക്കാൻ കാരണം എന്താണ്? യുക്തിയുടെ വഴിയെ സഞ്ചരിച്ചതാണിതിന് കാരണം, അല്ലെങ്കിൽ അനുമാനം. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളോടൊപ്പം കുതിരവണ്ടിയിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് പറയൂ. ഓ ഹോംസ്, കൂടുതൽ കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞാൽ വിശദീകരണമാവില്ല. വാട്സൺ, ന്യായമുള്ളതും മാന്യവുമാണ് താങ്കളുടെ അഭിപ്രായം. നിങ്ങളുടെ കോട്ടിൻ്റെ ഇടതുഭാഗത്തും തോളിലും ചെളിവെള്ളം തെറിച്ചിട്ടുണ്ട്. സീറ്റിന് നടുവിലിരുന്നെങ്കിൽ അത് സംഭവിക്കുകയില്ല. അപ്പോൾ നിങ്ങളിരുന്നത് ഇടതുഭാഗം ചേർന്നാണ്. അതിൻ്റെ അർത്ഥം വലതുഭാഗത്ത് ഒരാൾ ഉണ്ടായിരുന്നുവെന്നാണ്. ഓ, അതാർക്കും മനസ്സിലാവുമല്ലോ. ഇനി ബൂട്ടിൻ്റെയും കുളിയുടെയും കാര്യം പറയൂ. നിങ്ങൾ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നീളമുള്ള ഷൂലേസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് കെട്ടിയത് നിങ്ങളാവാനിടയില്ല. ബൂട്ട് റിപ്പയർ ചെയ്യുന്ന ആളോ സ്നാനപ്പുരയിലെ ജോലിക്കാരനോ ആവാം അത് കെട്ടിയത്. ഷൂസ് പുതിയതായതുകൊണ്ട് റിപ്പയർക്കാരൻ്റെ അടുത്ത് പോകാനിടയില്ല. അപ്പോൾ ടർക്കിഷ് ബാത്തിന് നിങ്ങൾ പോയി എന്ന് ഞാൻ ഊഹിച്ചു. എന്തായാലും അത് ഗുണം ചെയ്തു. എന്തു ഗുണം? ഒരു ചേഞ്ചായി എന്നല്ലേ പറഞ്ഞത്? ലൗസന്നെ നാഷണൽ ഹോട്ടലിൽ രാജകീയമായ ചേഞ്ചിന് വേണ്ടി ആളുകൾ ധാരാളം പണം ചെലവഴിക്കുന്നു. ഓ ഹോംസ്, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. അതുകൊണ്ടിപ്പോൾ എന്താണ്? ഹോംസ് കസേരയിലേക്ക് ചാഞ്ഞു കിടന്ന് നോട്ട്ബുക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിയെ നാടു ചുറ്റുന്ന സ്ത്രീകൾ നിരുപദ്രവകാരികളാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവാസന ഉണർത്തും കുറുക്കന്മാരുടെ ലോകത്തിലെ കോഴിക്കുഞ്ഞുങ്ങളാണവർ. അത്തരമൊരു സ്ത്രീയാണ് ലേഡി ഫ്രാൻസിസ് കാർഫക്സ്. അവർ ആപത്തിൽപ്പെട്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. റഫ്റ്റൺ പ്രഭുവിൻ്റെ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേയൊരു വ്യക്തിയാണവർ. തനിക്ക് ലഭിച്ച വെള്ളി ആഭരണങ്ങളും രത്നങ്ങളുമായി സദാ അവർ സഞ്ചരിച്ചിരുന്നു. കഷ്ടകാലം കൊണ്ട് അവർ ഒറ്റപ്പെട്ടു. ഓ, ലേഡി ഫ്രാൻസിസിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? അവർ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നാണ് സംശയം. പണ്ട് അവരുടെ ആയായിരുന്ന മിസ് ഡോബ്നിക്ക് അവർ മുടങ്ങാതെ കത്തയച്ചിരുന്നു. ക്യാമ്പർവെല്ലിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഡോബ്നിയാണ് ആ സംശയം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ അവർക്ക് കത്തുകൾ കിട്ടുന്നില്ല. ലൗസന്നെ നാഷണൽ ഹോട്ടലിൽ നിന്നായിരുന്നു അവസാനത്തെ കത്ത്. ലേഡി ഫ്രാൻസിസിനെ കണ്ടുപിടിക്കാൻ എത്ര പണം ചെലവഴിക്കാനും അവരുടെ ബന്ധുക്കൾ തയ്യാറാണ്. മിസ് ഡോബ്നി അല്ലാതെ ലേഡി ഫ്രാൻസിസുമായി കത്തിടപാടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ ഹോംസ്? ഡോബ്നിയെ കൂടാതെ അവർക്ക് ബാങ്കുകളുമായി മാത്രമേ ബന്ധമുള്ളൂ. ലൗസന്നയിലെ ബില്ല് കൊടുത്തതിന് ശേഷം അവർ ഒറ്റ ചെക്കേ മാറിയിട്ടുള്ളൂ. അതാർക്കുള്ളതായിരുന്നു? മിസ് മേരി ഡേവിഡിന് മോണ്ട്പെലിയറിലെ ക്രെഡിറ്റ് ലിയോണൈസ് ബാങ്കിൽ നിന്നാണ് പണം കൊടുത്തത്. 50 പൗണ്ട്. ആരാണ് ഈ മേരി ഡേവിഡ്? അത് ഞാൻ കണ്ടുപിടിച്ചു. അവരുടെ ജോലിക്കാരിയായിരുന്നു അത്. ഇനി എന്തിനാണ് അത് കൊടുത്തതെന്ന് നിങ്ങളുടെ അന്വേഷണം കൊണ്ട് തെളിയും. എൻ്റെ അന്വേഷണമോ? അതെ വാട്സൺ, നിങ്ങൾ ലൗസന്നയിലേക്ക് പോകണം. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാൽ ആ അബ്രഹാമിൻ്റെയും ഭാര്യയുടെയും കേസ് അറിയാമല്ലോ. മാത്രമല്ല എൻ്റെ അഭാവം ലണ്ടൻ കുറ്റവാളികളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് പോകേണ്ടത്. പിന്നെ വിവരത്തിന് ടെലഗ്രാം ചെയ്യണം. വാട്സൺ ഉടനെ തന്നെ പുറപ്പെട്ടു. വാട്സൺ ലൗസന്നെ നാഷണൽ ഹോട്ടലിൽ എത്തിയപ്പോൾ മാനേജർ മോസാർ വാട്സനെ സ്വീകരിച്ചു. 40-കാരിയായ സുന്ദരി ലേഡി ഫ്രാൻസിസ് ആഴ്ചകളോളം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ തോഴി മേരി ഡെവിൻ ഒരു ഹെഡ് വെയിറ്ററുമായി അടുപ്പത്തിലായിരുന്നു. മോണ്ട്പെല്ലിയർ എന്ന വിലാസത്തിൽ അന്വേഷിച്ചാൽ വെയിറ്ററെ കിട്ടും. എന്നാൽ അവർ വളരെ പെട്ടെന്ന് സ്ഥലം വിട്ടതെന്തിനെന്ന് വാട്സന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല.
ഹോട്ടലിൽ നീളമുള്ള ഒരാൾ വന്നിരുന്നുവെന്ന് ലേഡി ഫ്രാൻസിസിന്റെ കൂട്ടുകാരിയുടെ സുഹൃത്ത് ജൂൾസ് വിബർട്ട് പറഞ്ഞു. കറുത്ത നിറമുള്ള സന്ദർശകന് താടിമീശയും ഉണ്ടായിരുന്നു. വന്നയാൾ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അയാളുമായുള്ള സംസാരത്തിന് ശേഷമാണ് ലേഡി ഫ്രാൻസിസ് അപ്രത്യക്ഷയായത്. പരിചാരക മേരി ഡെവിനും യജമാനത്തിയും തമ്മിൽ അകലാനുള്ള കാരണം തനിക്കറിയില്ലെന്ന് ജൂൾസ് വിബർട്ട് പറഞ്ഞു. ലൗസന്നയിൽ നിന്നും ലേഡി ഫ്രാൻസിസ് ചെന്നെത്തിയ സ്ഥലം കണ്ടെത്താനായിരുന്നു വാട്സന്റെ പിന്നീടുള്ള ശ്രമം. ലഗേജുകളിൽ ആരെയോ തെറ്റിദ്ധരിപ്പിക്കുവാൻ ടു ബേഡൻ എന്നെഴുതിയിരുന്നു. എന്നാൽ ലേഡി ഫ്രാൻസിസും ലഗേജും എത്തിച്ചേർന്നത് റൈൻ സുഖവാസ കേന്ദ്രത്തിലേക്കാണ്. ഹുക്സ് കമ്പനിയുടെ മാനേജർ പറഞ്ഞ ഈ വിവരങ്ങൾ വാട്സൺ ഹോംസിനെ ടെലഗ്രാമിലൂടെ അറിയിച്ചു. ഹോംസ് തമാശ രൂപത്തിൽ ഒരു അഭിനന്ദനവും മറുപടിയിൽ അറിയിച്ചു. ബേഡനിൽ എൻഗ്ലിസ്റ്റർ ഹോമിൽ ലേഡി ഫ്രാൻസിസ് 2 ആഴ്ച താമസിച്ചിരുന്നു. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ ഷ്ലെസിംഗർ എന്ന മിഷണറിയും ഭാര്യയും അവർക്കൊപ്പമുണ്ടായിരുന്നു. ആത്മീയ പ്രവർത്തനത്തിനിടയിൽ രോഗിയായ ഷ്ലെസിംഗറെ പരിചരിക്കാൻ അയാളുടെ ഭാര്യയ്ക്കൊപ്പം ലേഡി ഫ്രാൻസിസും കൂടി. വിശുദ്ധ നാടുകളുടെ ഭൂപടം തയ്യാറാക്കിയിരുന്ന ആ മിഷണറി മീഡിയ നൈറ്റുകളുടെ രാജ്യം പ്രത്യേകം അടയാളപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർ ഷ്ലെസിംഗർക്കും ഭാര്യയ്ക്കുമൊപ്പം പിന്നീട് ലേഡി ഫ്രാൻസിസ് ലണ്ടനിലേക്ക് പോയി. അതിനു മുൻപ് തോഴി മേരിയുമായി അവർ എന്നേക്കും അകന്നിരുന്നു. എല്ലാവരുടെയും ബില്ല് നൽകിയത് ഷ്ലെസിംഗറാണ്. അത്രയും പറഞ്ഞതിന് ശേഷം മാനേജർ കൂട്ടിച്ചേർത്തു, മറ്റേയാൾ ഒരു ഇംഗ്ലീഷുകാരനാണ്, പക്ഷേ സാധാരണക്കാരനല്ല. അപ്പോൾ ഹോംസിന്റെ രീതി ഓർമ്മിച്ച് വാട്സൺ ചോദിച്ചു, ആളൊരു പ്രാകൃതനാണോ? അതെ, താടിയും മീശയുമുണ്ട്, കറുത്തിട്ടാണ്, ഭീകരനായ ഒരുവൻ. സൽസ്വഭാവിയായ ഒരു സ്ത്രീയെ ഒരു ഭയങ്കരൻ പിന്തുടരുന്നു. അതുകൊണ്ടാണോ അവൾ ലൗസന്നയിൽ നിന്നും രക്ഷപ്പെട്ടത്? എന്തിനാണ് അയാൾ പിന്തുടരുന്നത്? അവൾക്കൊരു രക്ഷകനില്ലേ? അതായി വാട്സന്റെ സംശയം. വാട്സൺ അഭിമാനപൂർവ്വം ഹോംസിന് കത്തെഴുതി. മറുപടിയായി ലഭിച്ച ടെലഗ്രാമിൽ ഡോക്ടർ ഷ്ലെസിംഗറുടെ ഇടതു ചെവിയെക്കുറിച്ച് ഹോംസ് ചോദിച്ചിരുന്നു. അത്ര ഉചിതമല്ലാത്ത ഫലിതം വാട്സൺ അത്ര രസിച്ചില്ല. പിന്നീട് വാട്സൺ ലേഡി ഫ്രാൻസിസിന്റെ ആയ മേരിയെ തേടി മോൺപെല്ലിയറിലെത്തി. യജമാനത്തി സുരക്ഷിതമായ കരങ്ങളിൽ എത്തിയതുകൊണ്ട് താൻ ഹെഡ് വെയ്റ്റർ ജൂൾസ് വിബർട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ടുമാണ് തമ്മിൽ പിരിഞ്ഞത് എന്നവൾ പറഞ്ഞു. വിവാഹ സമ്മാനമായി ലേഡി ഫ്രാൻസിസ് 9 പൗണ്ട് മേരിക്ക് നൽകി. പിന്നെ അപരിചിതനായ ആ താടിക്കാരനെക്കുറിച്ച് ഭയത്തോടെയാണ് മേരിയും സംസാരിച്ചത്. ഒരിക്കൽ കായൽ തീരത്ത് വെച്ച് ആ താടിക്കാരൻ ഭയങ്കരൻ ലേഡി ഫ്രാൻസിസിനെ കടന്നു പിടിക്കുകയുണ്ടായി. ലേഡി ഫ്രാൻസിസ് അയാളെ ഭയപ്പെട്ടിരുന്നു എന്നും മേരി അറിയിച്ചു. വാട്സണും മേരിയും സംസാരിച്ചിരിക്കുമ്പോൾ താടിക്കാരനായ ആ ഭീകരൻ പുറത്തുനിന്നും അവരുടെ അടുത്തേക്ക് നടന്നെത്തി. വാട്സണും അയാളുമായി അത്ര രസകരമല്ലാത്ത സംഭാഷണങ്ങൾ നടന്നു. ലേഡി ഫ്രാൻസിസ് എവിടെയാണ്? അത് ചോദിക്കാൻ നിങ്ങളാരാണ്? നിങ്ങളെന്തിനാണ് അവരെ അന്വേഷിക്കുന്നത്? അങ്ങനെ ഒടുവിൽ അയാൾ കുതിച്ചു ചാടി വാട്സന്റെ കഴുത്തിൽ കടന്നു പിടിച്ചു. വാട്സന്റെ ബോധം നിലയ്ക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അതുവഴി വന്ന ഒരു ഫ്രഞ്ചുകാരൻ ആ ഭീകരനെ കടന്നു പിടിച്ച് ഒന്നു കൊടുത്തു. അയാൾ പിടിവിട്ട് ഉടനെ തന്നെ മേരിയുടെ വീടിനുള്ളിലേക്ക് പോയി. തന്നെ രക്ഷിച്ച ആ ഫ്രഞ്ചുകാരന് വാട്സൺ നന്ദി പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് വാട്സൺ ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ അതാ ഷെർലക് ഹോംസ്. വാട്സൺ, നിങ്ങൾ ഒത്തിരി അബദ്ധം കാട്ടി. അപകട സൂചന ഉണ്ടാക്കുകയും ഒന്നും കണ്ടെത്താതിരിക്കുകയുമാണ് നിങ്ങൾ ചെയ്തത്. എന്റെ സ്ഥാനത്ത് നിങ്ങളായാലും അതേ ചെയ്യുകയുള്ളൂ, വാട്സൺ കോപത്തോടെ പറഞ്ഞു. നിങ്ങളെക്കാൾ നന്നായി ഞാനത് ചെയ്തു വാട്സൺ. നിങ്ങൾക്കൊപ്പം ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരാൾ, മിസ്റ്റർ ഫിലിപ്പ് ഗ്രീൻ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ വാട്സനെ ആക്രമിച്ച ആ ഭീകരൻ മുറിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആ താടിക്കാരനായ ഭീകരനിൽ നിന്നും തന്നെ രക്ഷിച്ചത് ഹോംസ് ആണെന്ന് വാട്സന് മനസ്സിലായി. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ദേ, ഇയാൾക്കെന്താ ഇവിടെ കാര്യം? മുറിയിലേക്ക് കടന്നു വന്ന ആഗതൻ ചോദിച്ചു. ഇതെന്റെ ഉറ്റ സുഹൃത്താണ് ഡോക്ടർ വാട്സൺ. ഹോംസ് അയാൾക്ക് വാട്സനെ പരിചയപ്പെടുത്തി. തുടർന്ന് അയാൾ വാട്സന് കൈ തരുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. മിസ്റ്റർ ഹോംസ്, എന്നെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ലേഡി ഫ്രാൻസിസിന്റെ ആയായിരുന്ന മിസ് ഡോബ്നിക്ക് നിങ്ങൾ ഓർമ്മയുണ്ട്. സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാൻ നിങ്ങൾ ആലോചിക്കും മുൻപുള്ള കാര്യങ്ങൾ പോലും അവർ മറന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല. ഞാൻ അവളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. മഞ്ഞുതുള്ളി പോലെ നിർമ്മലമായ മനസ്സായിരുന്നു അവളുടേത്. എൻ്റെ തെറ്റുകൾ അസഹ്യമായപ്പോൾ അവൾ എന്നിൽ നിന്നും അകന്നു. പിന്നീട് ഞാൻ പണക്കാരനായി. ലൗസന്നിൽ വെച്ച് അവളിൽ മാറ്റമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. അടുത്ത ദിവസം വന്നപ്പോഴേക്കും അവൾ സ്ഥലം വിട്ടിരുന്നു. ദൈവത്തെ ഓർത്ത് പറയൂ, അവൾ എവിടെയാണ്? ഞങ്ങളും അത് അന്വേഷിക്കുകയാണ് മിസ്റ്റർ. നിങ്ങളുടെ ലണ്ടൻ അഡ്രസ് തരൂ. ലഹാം ഹോട്ടൽ. എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ലേഡി ഫ്രാൻസിസിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആകുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. വാട്സണും ഹോംസും ബേക്കർ സ്ട്രീറ്റിലെത്തിയപ്പോൾ അവിടെ ഒരു ടെലഗ്രാം അവരെ കാത്തു കിടപ്പുണ്ടായിരുന്നു. അത് വായിച്ച ശേഷം ഹോംസ് വാട്സന് നേരെ നീട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചെവി പിളർന്ന് പരിക്കനാണ്.
അതയച്ചത് ബേസനിൽ നിന്ന്. ഹോംസ്, എന്താണിത്? ഇതിലെല്ലാം ഉണ്ട് വാട്സൺ. ആ മിഷണറിയുടെ ഇടത് ചെവിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ നിസ്സാരമാക്കി മറുപടി അയച്ചില്ലേ? ആ അന്വേഷണത്തിന് എൻഗ്ലിസ് സ്റ്റെർഫോസ് അയച്ച മറുപടിയാണത്. സൂത്രക്കാരനും അപകടകാരിയുമായ ഒരു അസാധാരണ വ്യക്തിയെയാണ് നാം അന്വേഷിക്കുന്നത്. അയാൾ റവറന്റ് ഷ്ലെസിംഗർ അല്ല. ഓസ്ട്രേലിയൻ കുറ്റവാളികളിൽ ഒന്നാമനായ പോളി പീറ്റേഴ്സ് ആണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പണക്കാരികളുടെ മതവികാരം ചൂഷണം ചെയ്യാനാണ് അയാൾ മിഷണറിയായി അഭിനയിക്കുന്നത്. അയാളുടെ ഭാര്യയായി അഭിനയിക്കുന്നത് ഫ്രേസർ എന്ന ഇംഗ്ലീഷുകാരിയാണ്. ലേഡി ഫ്രാൻസിസ് അയാളുടെ തടവിൽ ഇംഗ്ലണ്ടിൽ തന്നെ കാണും എന്നെന്റെ മനസ്സ് പറയുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഈ 3 പേരെ എങ്ങനെ കണ്ടെത്തും? പത്രപരസ്യവും ഇൻസ്പെക്ടർ ലെസ്ട്രേഡിന്റെ സഹായത്തോടെയുള്ള അന്വേഷണവും ഫലപ്രദമായില്ല. ഭംഗിയായി ഷേവ് ചെയ്ത ഒരു വൈദിക വേഷധാരി വെസ്റ്റ്മിൻസ്റ്റർ റോഡിലെ ബെവിംഗ്ടൺസിൽ ഒരു വെള്ളിമാല പണയം വെച്ചു എന്ന് അവർക്ക് അറിവ് കിട്ടി. വാട്സൺ, ഹോളി പീറ്റേഴ്സ് ലേഡി ഫ്രാൻസിസിന്റെ വെള്ളി ആഭരണങ്ങൾ പണയം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ഇത്രനാൾ തടങ്കലിൽ ആയിരുന്നെങ്കിൽ ഉടൻ കൊന്നിരിക്കാനിടയില്ല. എന്നാൽ എന്തും സംഭവിക്കാം. ഹോംസ്, ഞാൻ എന്തു ചെയ്യണം? വൈകാതെ അയാൾ മറ്റൊരു പണമിടപാടുകാരനെ സമീപിക്കും. ഞാൻ അവർക്കൊരു കുറിപ്പ് തരും. അയാൾ വരുമ്പോൾ താങ്കളും കൂടെ പോകണം. പിന്നെ എൻ്റെ അനുവാദമില്ലാതെ ബലപ്രയോഗമരുത്. 3-ാം ദിവസം വൈകുന്നേരം ഫിലിപ്പ് ഗ്രീൻ കിതച്ചുകൊണ്ട് ഓടിയെത്തി. അയാളുടെ ഭാര്യ വന്നു 1 മണിക്കൂർ മുൻപ്. ഞാൻ പിന്തുടർന്നപ്പോൾ അവൾ കെന്നിങ്ടൺ റോഡിലെ ഒരു ശവപ്പെട്ടി കടയിൽ കയറി. ഞാൻ താമസിച്ചു പോയി അല്ലേ എന്ന് കടയിലിരുന്ന സ്ത്രീയോട് അവൾ പറഞ്ഞു. നേരത്തെ എത്തിക്കേണ്ടതായിരുന്നു. ഇത് സാധാരണ ജോലിയല്ലല്ലോ, കൂടുതൽ സമയമെടുക്കും. അങ്ങനെ കടക്കാരിയും പറഞ്ഞു. പിന്നീട് ഞാൻ അവളെ പിന്തുടർന്നു. പൗൾട്രി സ്ക്വയറിലെ 36ലേക്കാണ് അവൾ പോയത്. അകത്ത് 2 പേർ ഉണ്ടായിരുന്നു. മൂടിക്കെട്ടിയ വാനിൽ ഒരു ശവപ്പെട്ടി കൊണ്ടുവന്നു. ആ സ്ത്രീ എന്നെ കണ്ടതും കതക് വലിച്ചടച്ചു. ഞാൻ ഇറങ്ങി ഓടി. നിങ്ങൾ ജോലി ഭംഗിയായി ചെയ്തു. ഷെർലക് ഹോംസ് ഒരു തുണ്ടു കടലാസിൽ വാറന്റിനുള്ള അപേക്ഷ എഴുതി. ആ ശവപ്പെട്ടി അവർ അവളെ കൊന്നു കാണുമോ? ഗ്രീൻ അസ്വസ്ഥനായി. ഗ്രീനിനെ സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് ഹോംസും വാട്സണും കൂടി സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവളുടെ ആഭരണങ്ങൾ വിറ്റു തീർന്നതോടെ അവർ ലേഡി ഫ്രാൻസിസിനെ അപകടപ്പെടുത്താനിടയുണ്ടെന്ന് ഹോംസ് അഭിപ്രായപ്പെട്ടു. ശവപ്പെട്ടി വിൽപ്പനക്കാരിയോട് പൗൾട്രി സ്ക്വയറിലെ ശവസംസ്കാരം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് എന്നവൾ മറുപടി പറഞ്ഞു. വാട്സൺ, ഇനി സംശയിക്കേണ്ട. ആക്രമിച്ചോളൂ. ആയുധമുണ്ടോ? ഉണ്ട്, ഒരു വടി കയ്യിലുണ്ട്. അതുപോരാ, എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണം നടത്താം. അവർ ആ വീട്ടിലേക്കെത്തി മണിയടിച്ചു. അകത്തുനിന്നും ഉയരമുള്ള ഒരു സ്ത്രീ ചോദിച്ചു, എന്തു വേണം? ഡോക്ടർ ഷ്ലെസിംഗറെ ഒന്ന് കാണണം. ഇവിടെ അങ്ങനെ ഒരാളില്ല. അപ്പോൾ കഥ കടയ്ക്കാനുള്ള അവരുടെ ശ്രമം തടഞ്ഞുകൊണ്ട് ഹോംസ് പറഞ്ഞു, എനിക്കിവിടെയുള്ള പുരുഷനെയാണ് കാണേണ്ടത്. പേര് പ്രശ്നമല്ല. അവർ മടിച്ചു നിന്ന ശേഷം കതക് തുറന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ലോകത്താരെയും ഭയമില്ല. പുറത്തേക്കുള്ള വാതിൽ അടഞ്ഞു. ആ സ്ത്രീ ഹോംസിനെയും വാട്സനെയും അകത്തേക്ക് കൊണ്ടുപോയി. മുഖത്ത് ക്രൂരതയും ദുഷ്ടതയും നിറഞ്ഞ ഒരാൾ കൃത്രിമമായ മര്യാദയോടെ കടന്നു വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്കെന്തോ തെറ്റുപറ്റി. ഇതിലെ മുന്നോട്ട് ചെന്നാൽ വേണ്ട, സമയം കളയണ്ട. അഡലൈഡിലെ ഹെൻറി പീറ്റർ, തെക്കേ അമേരിക്കയിലെ റവറന്റ് ഷ്ലെസിംഗർ. ഞാൻ ഷെർലക് ഹോംസ് ആണെങ്കിൽ നിങ്ങൾ പീറ്റേഴ്സ് തന്നെ. മിസ്റ്റർ ഹോംസ്, നിങ്ങളുടെ പേര് കേട്ട് ഞാൻ ഞെട്ടുമെന്ന് കരുതിയോ? അല്പം മര്യാദ കാട്ടിയെന്ന് മാത്രം. എൻ്റെ വീട്ടിൽ എന്ത് കാര്യം? നിങ്ങൾ ബേഡനിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ലേഡി ഫ്രാൻസിസ് എവിടെ? അവൾ എവിടെയെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കും സന്തോഷമാകും. ബില്ലടച്ചതിലും ടിക്കറ്റ് എടുത്തതിലുമായി അവർ എനിക്ക് 100 പൗണ്ട് തരാനുണ്ട്. കുറെ പഴഞ്ചൻ ആഭരണങ്ങൾ തന്നിട്ട് മുങ്ങിക്കളഞ്ഞു. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരൂ. ശരി, എങ്കിൽ അതിനായി ഞാൻ ഈ വീട് പരിശോധിക്കുകയാണ്. അപ്പോൾ വാറണ്ട്? ഹോംസ് തൻ്റെ റിവോൾവർ എടുത്തുകൊണ്ട് പറഞ്ഞു. വാറണ്ട് എത്തും വരെ ഇത് മതി. നിങ്ങൾ കൊള്ളക്കാരനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് ഈ വീട് പരിശോധിച്ചേ പറ്റൂ. വരൂ വാട്സൺ. പീറ്റേഴ്സ്, ആ ശവപ്പെട്ടിയോടെ? സ്ത്രീകളുടെ ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ ഹോംസ് ചോദിച്ചു. ശവപ്പെട്ടി ഉപയോഗത്തിലാണ്. അതിലൊരു ശരീരമുണ്ട്. എന്നാൽ അത് കാണട്ടെ. പാടില്ല. എങ്കിൽ ഞങ്ങളത് കാണും. പീറ്റേഴ്സിനെ തള്ളി മാറ്റി അകത്ത് കിടന്ന് ഹോംസ് ശവപ്പെട്ടിക്കരികിലെത്തി. അതിൻ്റെ മൂടി മാറ്റി. ഹോ, ദൈവം രക്ഷിച്ചു. ഇത് മറ്റാരോ ആണ് വാട്സൺ. നിങ്ങൾ ഒരിക്കൽ കൂടി വിഡ്ഢിയായി. പിന്നാലെ വന്ന പീറ്റേഴ്സ് പറഞ്ഞു, ഈ പെട്ടിയിൽ കിടക്കുന്നത് എൻ്റെ ഭാര്യയുടെ വൃദ്ധയായ ആയയാണ്. അവർ പ്രായമായി മരിച്ചുവെന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നാളെ 8-ന് സംസ്കാരം നടക്കും. ലേഡി ഫ്രാൻസിസിനെ തേടി വന്ന പ്രഗത്ഭൻ ഹോംസ് കണ്ടെത്തിയത് ഒരു 90 വയസ്സുകാരിയുടെ ശവശരീരം. ഹോംസ് ബന്ധപ്പെട്ട് കോപമടക്കി. ബാക്കി പരിശോധിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു സാർജന്റും കോൺസ്റ്റബിളും എത്തി. ഹോംസ് തൻ്റെ കാർഡ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഷെർലക് ഹോംസ്, താങ്കളെയും വാട്സനെയും കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ വാറന്റില്ലാതെ ഇവിടെ നിൽക്കാൻ പാടില്ല. സാർ, ആ കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യൂ.
പീറ്റേഴ്സ് അലറി. നിങ്ങളവിടെ മിണ്ടാതെ നിൽക്കൂ. അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. സാർജന്റ് ഗൗരവത്തോടെ പീറ്റേഴ്സിനെ നോക്കി പറഞ്ഞു. ഹോംസ് ശാന്തനായി ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. കോപവും മാനക്കേടും സഹിക്കാനാവാതെ കൂടെ വാട്സണും പുറത്തിറങ്ങി. പിന്നാലെ വന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് സാർജന്റ് പറഞ്ഞു, സോറി മിസ്റ്റർ ഹോംസ്, ഞങ്ങൾക്ക് നിയമം നടപ്പിലാക്കണം. സാർജന്റ്, ശരിയാണ്, നിങ്ങൾക്കത് ചെയ്യാനാവൂ. പക്ഷേ കാണാതായ ഒരു സ്ത്രീ അവിടെയുണ്ടെന്ന് ഞാനിപ്പോഴും സംശയിക്കുന്നു. വാറന്റ് വരും. പിന്നീട് അവർ പോയത് മരിച്ച സ്ത്രീയെ പരിശോധിച്ച ഡോക്ടറുടെ അടുത്തേക്കാണ്. വൃദ്ധയെ കൊണ്ടുവന്നതും മരിച്ചതും നിയമവിധേയമായിട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വസ്ത്രം മാറിയ ഹോംസ് വാട്സനോട് ചോദിച്ചു, വാട്സൺ, ശവസംസ്കാരം 8-നല്ലേ? ഇപ്പോൾ 7:20. നമുക്കുടൻ സ്ഥലത്തെത്തണം. 8:10 കഴിഞ്ഞപ്പോൾ ശവമഞ്ചം മുന്നോട്ട് വന്നു. 3 പേർ അത് താങ്ങിയിട്ടുണ്ട്. ഹോംസും വാട്സണും അവരുടെ അടുത്തേക്ക് ചെന്നു. ഹോംസ് അവരോട് ദൃഢസ്വരത്തിൽ പറഞ്ഞു, ഈ നിമിഷം ഇത് തിരികെ കൊണ്ടുപോകൂ. അത് പറയാൻ നിങ്ങളാരാണ്? വാറന്റ് എവിടെ? പീറ്റേഴ്സ് അലറി. വാറന്റൊക്കെ പുറകെ വരും. ആ പെട്ടി തിരികെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഹോംസിന്റെ ആജ്ഞയ്ക്ക് വഴങ്ങി ചുമട്ടുകാർ ശവപ്പെട്ടി പുറകോട്ട് കൊണ്ടുപോയി. ഉടനെ തന്നെ പീറ്റേഴ്സ് വീടിനുള്ളിലേക്ക് അപ്രത്യക്ഷനായി. വാട്സൺ, ഒറ്റ മിനിറ്റ് പോലും കളയാനില്ല. വരൂ, വേഗം ഈ മൂടി ഒഴിക്കൂ. ദേ ആ സ്ക്രൂ, വേഗം. മൂടി ഇളക്കിയപ്പോൾ പെട്ടിയിൽ നിന്നും ക്ലോറോഫോമിന്റെ രൂക്ഷഗന്ധം. വൃദ്ധയായ സ്ത്രീയുടെ ശവശരീരത്തിന് പിന്നിൽ ചൈതന്യം തുളുമ്പുന്ന ഒരു മധ്യവയസ്കയെ കിടത്തിയിരിക്കുന്നു. വാട്സൺ, അവർ മരിച്ചോ? ജീവന്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടോ? വേഗം ഒന്ന് പരിശോധിക്കൂ. അത് ലേഡി ഫ്രാൻസിസിന്റെ ശരീരമായിരുന്നു. പെട്ടിക്കുള്ളിലെ ശ്വാസം മുട്ടലിലും ക്ലോറോഫോമിന്റെ വിഷഗന്ധവും ലേഡി ഫ്രാൻസിസിന്റെ പ്രജ്ഞ ഇല്ലാതാക്കി. വാട്സൺ അവസാന നിമിഷം നൽകിയ കൃത്രിമ ശ്വാസവും ഈഥർ ഇഞ്ചക്ഷനും അവരിൽ ജീവന്റെ തുടിപ്പ് പ്രത്യക്ഷമാക്കി. ലേഡി ഫ്രാൻസിസിന്റെ ഇമകൾ ചലിച്ചു തുടങ്ങി. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ലെസ്ട്രേഡ് വാറന്റുമായി എത്തി. മിസ്റ്റർ ഗ്രീൻ, എത്രയും വേഗം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കണം. പിന്നെ ആ വൃദ്ധയുടെ ശവശരീരം സംസ്കരിക്കണം. അന്ന് വൈകുന്നേരം ബേക്കർ സ്ട്രീറ്റിൽ. മിസ്റ്റർ വാട്സൺ, ഏതൊരു സമർത്ഥനും ചെറിയ അബദ്ധം പറ്റാം. ശവപ്പെട്ടിക്കടയിലെ സ്ത്രീ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? അത് സാധാരണ കാര്യമല്ലെന്ന്. പീറ്റേഴ്സിന്റെ വീട്ടിൽ കണ്ട വൃദ്ധയുടെ ശോഷിച്ച ശരീരത്തിന് ഇത്ര വലിയ ശവപ്പെട്ടി എന്തിന് എന്നായിരുന്നു എൻ്റെ ആലോചന. ഒരു സർട്ടിഫിക്കറ്റിൽ 2 പേരെ സംസ്കരിക്കാനായിരുന്നു ശ്രമം. അത് കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ലേഡി ഫ്രാൻസിസിന്റെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഈ കക്ഷികൾ മുൻപ് നടത്തിയ കൊലപാതകങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല. അതുപോലെ ലേഡി ഫ്രാൻസിസ് എങ്ങനെ മരിച്ചുവെന്ന് ലോകമറിയാതെ ഒരു തെളിവും ശേഷിപ്പിക്കാതെ ജഡം കുഴിച്ചു മൂടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. മുകൾ നിലയിലെ രഹസ്യമുറിയിലായിരുന്നു ആ പാവം സ്ത്രീ. അവിടെ വെച്ച് ക്ലോറോഫോം കൊണ്ട് അവളെ ബോധം കെടുത്തി. ശവപ്പെട്ടിക്കുള്ളിലും ക്ലോറോഫോം ഒഴിച്ച് സ്ക്രൂ മുറുക്കി. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരു അധ്യായമാണിത്. ഇൻസ്പെക്ടർ ലെസ്ട്രേഡിനെ കബളിപ്പിച്ച് ഈ കുറ്റവാളികൾ രക്ഷപ്പെട്ടുവെങ്കിൽ ഇതിലും തന്ത്രം നിറഞ്ഞ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് നാം ഇനിയും കേൾക്കേണ്ടി വരും.